ബി.ജെ.പിയെ പ്രതിരോധിക്കാതെയും പാർട്ടി രൂപീകരണം തള്ളാതെയും വെള്ളാപ്പള്ളി നടേശന്റെ വാർത്താ സമ്മേളനം. പശു ഇറച്ചി കഴിക്കാറുണ്ടെന്നും ഗോവധത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു. അടൂരിലെ മൈക്രോ ഫിനാൻസിൽ പ്രശ്നങ്ങളുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എന്നാൽ ബെൽചിറ്റ്സ് ആരോപണങ്ങളെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വെള്ളാപ്പള്ളി മറുപടി നൽകിയില്ല. പകരം വാർത്തകൾ പുറത്തുവിട്ട കൈരളി പീപ്പിളിനെ വിമർശിച്ച് വെള്ളാപ്പള്ളി ഒഴിഞ്ഞുമാറി. അതേസമയം ശാശ്വതീകാനന്ദ സ്വാമിയെ പുഴയിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ജീവനുണ്ടായിരുന്നുവെന്ന് എം.എൻ. സോമൻ പറഞ്ഞിരുന്നതായി ആലുവ മുൻ റൂറൽ എസ്.പി. വർഗീസ് ജോർജ് പറഞ്ഞു. വർഗീസ് ജോർജിൻ്റെ വെളിപ്പെടുത്തലും ഇന്ന് ഉണ്ടായി. ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ അന്വേഷണമില്ലെങ്കിൽ പ്രക്ഷോഭമെന്ന് ശ്രീനാരായണ ധർമ്മവേദിയും പ്രതികരിച്ചു. അവിടെ തറകളും ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട്. അതിനകത്ത് ബീഫ് കൊണ്ട് മനഃപൂർവ്വം കഴിച്ച് അതിന് വിവാദമാക്കുന്ന ഒരു പൊളിറ്റിക്സ് ആണോ? അതൊക്കെ എന്താണത്? അതിലെന്ത് നേട്ടം കിട്ടാനായിട്ടാണ്? പോർക്ക് ഫെസ്റ്റ് വെക്കാൻ ഇവർക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവും? ഏതിൽ MESന്റെ സ്ഥാപനങ്ങളിൽ പോർക്കിൻ്റെ ഫെസ്റ്റ് വെക്കാൻ ഈ പറയുന്നവർക്ക് ധൈര്യം ഉണ്ടോ? അപ്പോൾ ഇതൊക്കെ വിവാദങ്ങളാണ്. ഇപ്പം കേരളത്തിൽ ബീഫ് കഴിക്കുന്നവർ ബീഫ് കഴിക്കാം, പോർക്ക് കഴിക്കുന്നവർ പോർക്ക് കഴിക്കാം, വെജിറ്റബിൾ കഴിക്കുന്നവർ വെജിറ്റബിൾ കഴിക്കാം. അതൊക്കെ അപ്രസക്തമായ കാര്യങ്ങളാണ്. അതൊന്നും BJPയുടെ അജണ്ടയായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അതൊന്നും SNDP യോഗത്തെ ബന്ധിക്കുന്ന കാര്യങ്ങളുമല്ല. ശ്രീ K.M. സന്തോഷ് കുമാർ, അത് BJPയുടെ അജണ്ടയാണോ എന്നുള്ളതല്ല. ഇന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അത് പറഞ്ഞതിൽ ശ്രീ K.M. സന്തോഷ് കുമാർ അതിപ്പോൾ അവതരിപ്പിക്കുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് പല കാര്യങ്ങളിലും ഉണ്ട്. വെള്ളാപ്പള്ളി ഒരു രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ച് പറയുന്നത് BJPയുമായി ഞങ്ങൾ എപ്പോൾ ബന്ധമുണ്ടെന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം ചോദിക്കുക വാർത്താ സമ്മേളനത്തിൽ. ഞങ്ങൾക്ക് ഒരിടത്തും അത്തരത്തിലുള്ള ബന്ധമില്ലല്ലോ, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ. പുതുതായിട്ടുണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തെ മൂന്നാം മുന്നണിയെ നയിക്കും. അവിടെ BJPക്ക് എന്താണ് സ്ഥാനം എന്നുള്ളതൊക്കെ എങ്ങനെയാണെന്നുള്ളത് പിന്നീട് തീരുമാനിക്കും. അല്ലെങ്കിൽ അത് ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. BJP വിമർശിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ BJPയുടെയും SNDPയുടേതും എന്നും പറയുന്ന സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന കൺവെൻഷനുകളിൽ വെള്ളാപ്പള്ളി പോകുന്നില്ല, ആ പരിപാടിയെക്കുറിച്ച് അറിയുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ വെള്ളാപ്പള്ളി കൃത്യമായി മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയേണ്ട ഭാഷയിലൂടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വക്താക്കളായി വരുന്ന നിങ്ങൾ അത് പക്ഷേ അവതരിപ്പിക്കുമ്പോൾ അതേ അർത്ഥമല്ലല്ലോ കിട്ടുന്നത്. ശ്രീ സന്തോഷ് കുമാർ, ലാലെ, SNDP ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. SNDPക്കകത്ത് കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, BJPക്കാരുണ്ട്, കേരള കോൺഗ്രസ്സുകാർ പോലും ചിലപ്പോൾ SNDPക്കകത്ത് ഉണ്ടാവാം. SNDPയുടെ നയം, SNDPക്കകത്ത് SNDP ഒരു നേരിട്ടൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നില്ല. SNDPയുടെ പല വേദികളിൽ, ക്യാമ്പുകളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെ രാഷ്ട്രീയ ശക്തി ഉണ്ടാവണം. മൂന്നാർ ക്യാമ്പിൽ 5-6 വർഷം മുമ്പ് എടുത്തൊരു തീരുമാനം. അതിനുശേഷം ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ആലപ്പുഴയിൽ ചേർന്നൊരു യോഗത്തിൽ കേരളത്തിലെ മുഴുവൻ 138 യൂണിയൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ബോർഡംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ രഹസ്യ തരത്തിലൊരു വോട്ടെടുപ്പ് നടത്തി. അതിൽ 4 പേർ മാത്രം രാഷ്ട്രീയ പാർട്ടി വേണ്ട എന്ന് രേഖപ്പെടുത്തുകയും ബാക്കി മുഴുവൻ ആളുകളും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് SNDP ജനറൽ സെക്രട്ടറിക്ക് അതുമായി ബന്ധപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടായി ഈ രാജ്യത്തെ രാഷ്ട്രീയ അധികാരം കയ്യിലുണ്ടാകുന്ന തരത്തിലേക്ക് പോകണമെന്ന് ഒരു തീരുമാനമെടുത്തു. ഞാൻ പറയുന്നത് ഒന്ന് വ്യക്തമായി ദയവായി മനസ്സിലാക്കൂ. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഇത് ഞാനൊന്ന് പറയുന്നത് വ്യക്തമായി നിങ്ങളൊന്ന് കേൾക്കൂ. AG റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം ആദ്യം. ഈ AG റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ പിന്നോക്ക വകുപ്പിൽ നിന്ന് കിട്ടിയ പണം അവിടെ SNDP യോഗത്തിന്റെ അക്കൗണ്ടിൽ വന്ന് അത് നേരെ യൂണിയനിൽ കൊടുത്ത് അത് യൂണിറ്റുകളിലേക്ക് കൊടുത്ത സമയത്ത് എന്തോ പലിശയിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അതാണ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തോ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് AG റിപ്പോർട്ട്. അത് മതിയല്ലോ. AGക്ക് എങ്ങനെ വിശദമായി ഒരു 2 മണിക്കൂർ ചർച്ച നടത്താൻ പറ്റില്ലല്ലോ? ഒറ്റ വാചകത്തിൽ അത് എഴുതി. ആ കാര്യമാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞോട്ടെ. ഇത് ഈ ആരെന്നുള്ളത് അത് കിട്ടിയ ശേഷം ഇത് അന്വേഷിച്ച്, അതുകൊണ്ട് തന്നെ വളരെ നിർബന്ധമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കംപ്ലീറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ പിന്നോക്ക വകുപ്പിന് പണം 4,90,00,000 രൂപയാണ്. ആ പണം കൃത്യമായി പോകുന്നത് ഞങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്താണ്. അത് ഏറ്റവും ഒടുവിലത്തെ വർഷത്തേത് മാത്രമാണ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി. അതിന് മുമ്പുള്ള വർഷങ്ങളിൽ അതല്ല. അല്ല, ഒരേ ഒരു വർഷമാണ് ഇത് ഉണ്ടായത്. അതും എല്ലാ സ്ഥലത്തുമല്ല, ഒരു സ്ഥലത്തുണ്ടായ വിഷയമാണ്. ആ വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അത് അപ്പം തന്നെ താക്കീത് അത് മുഴുവൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇത് അതെന്ന് പറയുന്നത് ഒരു സ്ഥലത്താണ് റാൻഡമായി ചെയ്യുമ്പോഴത്തേക്കും കണ്ടെത്തുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം വന്ന് AG അതുപോലെ കണ്ടെത്തിയിട്ടുണ്ടാകില്ല. അതൊക്കെ നമുക്ക് ന്യായീകരണം പറയാന്നുള്ളൂ. കാരണം ഞങ്ങളുടെ റിപ്പോർട്ട് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ അന്വേഷിക്കില്ലേ? ഞങ്ങൾ അതിന്റെ പുറകെ പോയി അന്വേഷിച്ചു. അതിന് മുഴുവൻ സ്ഥലങ്ങളിലും കൃത്യമായി ഈ പലിശയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നുള്ളത്. ഇതിന് ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ഇതിന്റെ ഇത് കൊടുത്തിട്ടുള്ള ആളുകൾ കൃത്യമാണോ എന്നുള്ളത് ഞങ്ങൾ ഇവിടെ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം
അത് ക്രോസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യം. കാരണം ഇത് കൊടുക്കുന്നത് വലിയൊരു സിസ്റ്റത്തിൽ കൂടെ കൊടുക്കുന്നത്. ഞങ്ങൾ ഇതിന്റെ പുറത്തിരിക്കുന്നുള്ളതല്ലാതെ അവിടുന്ന് പണം വിതരണം ചെയ്ത് കഴിയുമ്പോൾ താഴെ പോയി എങ്ങനെ പോകുന്നുള്ളത് ഇപ്പൊ വളരെ വളരെ ക്ലോസ് ആയിട്ട് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, ഈ കാര്യം താങ്കൾ ഇങ്ങനെ ന്യായീകരിക്കുമ്പോൾ താങ്കൾക്ക് ഞാൻ ആവശ്യത്തിന് സമയം തരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഞാൻ ഇങ്ങനെ വളരെ സോഫ്റ്റായി താങ്കളോട് പറയുന്നത്, നമ്മളിങ്ങനെ ആരെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരുപാട് ശാഖാ ഭാരവാഹികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പ്രത്യേകിച്ച് ആലത്തൂർ ശാഖയിലെ കാര്യം തന്നെയാണ് ശ്രീ ഷാജി വെട്ടൂരാൻ അറിയാവുന്ന കാര്യം. ഒപ്പം അടൂരിലെ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതാണ്. അവിടെയൊക്കെ ഇത് സംഭവിച്ചിരിക്കുന്നു. അടൂർ സഹോദര, ഇത് അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് ട്വിസ്റ്റ് ചെയ്യാതെ. അതായത് അടൂരിൽ മൈക്രോ ഫിനാൻസ് ഈ പറയുന്ന പിന്നോക്ക വകുപ്പിന് പണം കൊടുത്തിട്ടില്ല. അവിടെ കൊടുത്തിട്ടുള്ളത് പണം എന്ന് പറയുന്നത് യൂണിയൻ നേരിട്ടെടുത്ത പണമാണ്. അവര് സാമ്പത്തിക ക്രമക്കേട് പിടിച്ചിട്ട് അവര് CBI എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഏത് സംഘടനയിലാണെങ്കിലും കീഴ്ഘടകത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന് തീർച്ചയായും അന്വേഷണം കൊണ്ടുവരും, ഞങ്ങൾ നടപടിയെടുക്കും. അതല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതാണ് പറഞ്ഞത്, തിരുത്തലല്ല. ഒരു ക്രമക്കേടും ഇല്ല. അതിന്റെ ക്ലാരിഫിക്കേഷൻ വളരെ വ്യക്തമായി ഗവൺമെന്റിൽ ഫയൽ ചെയ്തിട്ടുള്ള പേപ്പറാണത്. ഒരു കമ്പനി ആക്ട് പ്രകാരം നിങ്ങൾ പറഞ്ഞ എല്ലാം ഞാൻ കേട്ടു. അതായത് ഇന്ത്യൻ കമ്പനി ആക്ട് 1956 ഇന്ത്യൻ കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ചിട്ടി നടത്താൻ അധികാരമുള്ള ഒരു സ്ഥാപനമാണ് നിങ്ങളുടെ. ആ അധികാരമുള്ള സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം ഉദ്ദേശിക്കുന്നത് ആ കമ്പനിയിലേക്ക് വരുന്ന ഒരു തുകയ്ക്കുള്ള കണക്ക് വേണം. രണ്ട്, ആ കമ്പനിയിൽ നിന്ന് പുറമേക്ക് പോകുന്ന ഒരു തുകയ്ക്ക് കണക്ക് വേണം. ഇവിടെ സംഭവിച്ചിരിക്കുന്ന 23 കോടി രൂപ ആർക്ക് എപ്പോൾ എങ്ങനെ പോയി എന്നുള്ളതിന് കണക്കില്ല. രണ്ടാമത്തെ കാര്യം, ഇത് ഫൈനൽ റിപ്പോർട്ടിലാണ്. നിങ്ങൾക്ക് ആദ്യം തന്നെ ഓഡിറ്ററുടെ പ്രാഥമിക റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു. നിങ്ങൾക്ക് തിരുത്താനുള്ള അവസരമുണ്ടായിരുന്നു. തിരുത്താൻ കഴിയാത്ത കൊണ്ടാണ് ഓഡിറ്റർ വീണ്ടും അത് ഫൈനൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയത്. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളും കൂടി ഒപ്പുവെച്ച ശേഷം അത് ROCക്ക് ഫയൽ ചെയ്തത്. അങ്ങനെ ഈ പ്രോസസ്സ് മുഴുവൻ കഴിഞ്ഞ ശേഷം ഫയൽ ചെയ്ത ഒരു റിപ്പോർട്ട് തിരുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഒരാൾക്കും പറ്റില്ല. നിങ്ങൾ ഈ കമ്പനി കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രിയായിട്ടുള്ള അരുൺ ജെയ്റ്റ്ലിക്ക് പോലും പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക തുഷാർ. അപ്പം സഹോദരൻ പറഞ്ഞത് എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. ഒരു കാര്യത്തിന് കേരളത്തിലെ പ്രേക്ഷകർക്ക് മുഴുവൻ മനസ്സിലായല്ലോ. എന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേട് അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മറക്കാൻ പറ്റില്ല എന്നുള്ളത് വ്യക്തമാണല്ലോ. മറക്കാൻ പറ്റില്ല. രാഷ്ട്രീയ കൂട്ടുകൂട്ടുകൊണ്ട് വേണമെങ്കിൽ ഇത് മറക്കാം, പക്ഷെ അല്ലാതെ നിയമപരമായിട്ടോ സാങ്കേതികപരമായിട്ടോ മറക്കാൻ പറ്റില്ല. അത് നമുക്ക് വരും ദിവസങ്ങൾ, അതല്ലേ ഞാൻ പറഞ്ഞത്, ഇതിന്റെ ബോഡിയിൽ അതിന് വളരെ ക്ലിയർ ആയിട്ടുള്ള പിന്നെ കൊടുത്തിട്ടുണ്ട്. അത് ചാർട്ടേഡ് അക്കൗണ്ട്. എന്റെ ഒരു അഭ്യർത്ഥന, തുഷാർ ഈ വെല്ലുവിളി, അതായത് തുഷാർ നടത്തിയ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിക്കുകയാണ്. തുഷാർ പറഞ്ഞു ജോൺ ബ്രിട്ടാസിനെ കൈരളിയെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ തുഷാറിനെ വെല്ലുവിളിക്കുകയാണ്. അതായത് വെൽത്ത് ചിറ്റ് ഫണ്ട് സംബന്ധിച്ചിട്ടുള്ള രേഖകൾ, അതായത് 23 കോടി രൂപ ആർക്ക് കൊടുത്തു, അതുപോലെ മുൻ വർഷങ്ങളിൽ 42 കോടി രൂപ ആർക്ക് കൊടുത്തു, അത് സംബന്ധിച്ചുള്ള എഗ്രിമെന്റ്സ്, റിസീപ്റ്റ്സ് തുടങ്ങിയ കാര്യങ്ങളുമായി 2011 മുതലുള്ള കണക്കുകളുമായിട്ട് തുഷാർ പുറമേക്ക് വാ, ഞാനും വരാം, നമുക്ക് തമ്മിൽ സംവാദം നടത്താം. ജനങ്ങൾ മനസ്സിലാക്കട്ടെ, മാധ്യമങ്ങൾ മനസ്സിലാക്കട്ടെ, നിങ്ങളുടെ സമുദായ അംഗങ്ങൾ മനസ്സിലാക്കട്ടെ. നമുക്കൊരു വെല്ലുവിളി ഏകരിക്കാം. തീർച്ചയായിട്ടും അതിലൊരു പ്രശ്നവും ഇല്ല. വരൂ, എപ്പോൾ ബ്രിട്ടാസ് ഓഫീസിലേക്ക് വന്നാൽ മതി.